കാർലോസ് അച്ഛൻ ഇപ്പോഴൊക്കെയാണ്. ഇന്റേണൽ ഓർഗൻസിന് ഒന്നും മുറിവേറ്റിട്ടില്ല. അതെന്തായാലും ദൈവാനുഗ്രഹ. പക്ഷേ മുറി ഉണങ്ങാൻ സമയമെടുക്കും. എങ്ങനെ കുത്തണം, എവിടെ കുത്തണം അവന്മാർ കൃത്യമായിട്ട് അറിയാം. അമാറിന്റെ നെഞ്ചത്ത് എറി ഭരണം തുടങ്ങിയ ഒരു കാർലോസ് അച്ഛനെ അമ്മര് വെറുതെ വിടില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് അവിടെ ഒരു അപ്പോയിന്റ്മെന്റ് വേണം. എന്റെ പൊന്നു പിതാവെ, ബിഷപ്പിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് ആ നാടിനെ കുറിച്ച് വിശദവും സൈക്കോളജിക്കലുമായ ഒരു പഠനം ഞാൻ നടത്തി വെച്ചിട്ടുണ്ട്. പള്ളി ഇരിക്കുന്ന സ്ഥലവും ചന്തയും മറ്റു തെങ്ങുതോപ്പും എല്ലാം കൂടി ചേർത്ത് മൊത്തം 38 ഏക്കർ സ്ഥലം, ഇടവക മൊത്തം 110 വീട്ടുകാർ. ആഴ്ചപ്പേര് വളരെ കുറവാണെങ്കിലും ചന്തയുടെ വാടകയും ആ തെങ്ങിൻതോപ്പിൽ ആദായവും ഒക്കെ ചേർത്ത് നല്ലൊരു തുക വരും. ഇതും പോരാത്തതിന് ടൂറിസ്റ്റ് സീസൺ ആവുമ്പോൾ ടൂറിസ്റ്റുകളുടെ വക അന്തോണിസ് പുണ്യാളുടെ നേർച്ചപ്പെട്ടിയിൽ നല്ലൊരു തുക വേറെ. പള്ളി പെരുന്നാളിന് പടക്കം പൊടിക്കാൻ അവരിപ്പിക്കുന്ന കാശുണ്ടെങ്കിൽ നമ്മുടെ മൊത്തം പള്ളികളിലെ പെരുന്നാൾ പടക്കം പൊട്ടിക്കാം. ഇതൊക്കെ പറഞ്ഞാലും ആണ്ടവസാനം രൂപതാവിധം ചോദിക്കുമ്പോൾ സ്വാഹ ഒന്നാഞ്ഞു പിടിച്ച് നല്ലൊരു അച്ഛനെ കൊണ്ട് തഞ്ചത്തിലവിടുത്തെ ആൾക്കാരെയും കൂടെ നമ്മുടെ കൂടെ നിർത്താൻ പറ്റിയ രൂപതയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും കലിപ്പക്കര ഇടവക. ഇത്ര വിശദമായ ഇടവകയെ പറ്റി പഠിച്ച സ്ഥിതിക്ക് അച്ഛൻ തന്നെ വേണം അവിടെ വികാരിയാ. ഞാനോ? ആ, ഫാദർ അജു പള്ളിപ്പുറം, കലിപ്പക്കര പാരിഷ് പ്രീസ്റ്റ്. കേൾക്കാനൊരു സുഖമുണ്ട്. കേൾക്കാനുള്ള സുഖം കുത്തു കൊള്ളുമ്പോൾ കിട്ടൂലേ പിതാവേ. ഞാൻ റൂമിലെത്തതും കാത്ത് ഒരു പാവപ്പെട്ട ഒപ്പനും എന്റെ വീട്ടിൽ നോക്കിയിരിക്കണ പിതാവേ, അറിയൂ. MA സൈക്കോളജി കൊണ്ട് പറയണല്ല, അവിടെ ഇനി ഒരു അച്ഛൻ്റെ ആവശ്യമില്ല. ചുമ്മാ കുത്തോളം എന്തിനാ കൂടെ പോകുന്നതേ? അതിനാണോ നമ്മൾ ഈ ലോകം ഇട്ടിരിക്കുന്നത്? സെക്രട്ടറി അച്ഛൻ ആ പറഞ്ഞില്ല കാര്യമില്ലാതില്ല. അവിടെ ഒരു കൈക്കാരനുണ്ട് ഇടവകയിലെ കാര്യങ്ങളെല്ലാം അയാളായില്ല. ഇനിയൊരു അച്ഛനെ അങ്ങോട്ട് വിട്ടിട്ടുള്ള പരീക്ഷണത്തിന് നിൽക്കണോ പിതാവേ? ഇതിപ്പോ എത്ര പേരായി? ആ നാട് അങ്ങനെ അത് നന്നാവത്തില്ല. എനിക്കങ്ങനെ തീരുമാനിക്കാൻ പറ്റിയല്ലോ. ഞാൻ ഏതായാലും ഒരാളെ അങ്ങോട്ട് അയക്കാൻ തീരുമാനിച്ചു. ആരെ? ഫാദർ റെബി കപ്പുച്ചൻ. ഞാൻ പ്രൊഫസർ അച്ഛനോട് അനുവാദം ചോദിച്ചിട്ടുണ്ട്. ആര്? ആ പൊട്ടനോ? പിതാവ് ഞാനും അവന് തിയോളജി ഒരുമിച്ചിട്ടായിരുന്നതാ. വൃത്തിയായിട്ട് പ്രസംഗം പറയാൻ അറിഞ്ഞൂടാ, നേരെ ചോദിക്കും ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, ഏതെങ്കിലും ഇടവയിൽ ഇരുത്തേക്ക് 10 കാശുണ്ടെങ്കിൽ പള്ളി പണി അറിഞ്ഞൂടാ. ആർക്കും വേണ്ടാത്ത കുറെ പടം പറ്റിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഒരുത്തന്നെ എങ്ങനെയാ പിതാവ് ഒരു ഇടവകയിൽ ഇരുത്തുന്നേ? ഏതായാലും നിങ്ങൾക്കൊന്നും പോകാൻ പറ്റുകാലത്തെ സ്ഥിതിക്ക് എബിച്ചവിടെ പോയി ഇരുന്നോളൂ. അവൻ അവിടെ വല്ല പടമൊക്കെ വരച്ച് കൂടിക്കോളും. നാട്ടുകാർക്കൊരു ഗുണവും ആകുകയില്ല, നമുക്ക് പേരിനൊരു അച്ഛനും ആകും. ഈ ബ്രെഡിന്റെ എല്ലാ തുളയും അടയ്ക്കണമെന്ന് സഭ പഠിപ്പിച്ചിട്ടില്ല. ഇത്ര ചെറുപ്രായത്തിൽ ഇങ്ങനെ ഒരു റിസ്ക് വേണമായിരുന്നോ? അതേ, എൻ്റെ ഇടവക ആയതുകൊണ്ട് പറയുമല്ല, ആൾക്കാരൊക്കെ ഇച്ചിരി കുഴപ്പക്കാരാ. പിന്നെ കപ്പ്യാരാണെന്ന് കരുതി എന്നെയും കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. ഞാനും കലിപ്പക്കരയിലെ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ്. കലിപ്പ് മത്തായി എന്നാ നാട്ടുകാരെന്നെ വിളിക്കുന്നത്. ഈ വഴി ആൾക്കാരങ്ങനെ പോകുന്ന വഴിയല്ല. തൊട്ടപ്പുറത്തൊരു സെമിത്തേരി ഉണ്ട്. പലർക്കും പ്രേതശല്യം ഉണ്ടായിട്ടുണ്ടെന്നാ പറയുന്നത്. പിന്നെ നിങ്ങൾ കപ്പൂച്ചന്മാർ പ്രേതത്തെ പിടിക്കാൻ മിടുക്കരാണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വഴി ഇങ്ങനെ പോകുന്നത്. ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാനും പ്രേതത്തെ പിടിക്കാറുണ്ട്. ഇങ്ങനെ മിണ്ടത്തില്ലേ? കൊള്ളാം, നല്ല ശീലം. അച്ഛനായിട്ട് എത്ര കൊല്ലമായി? അച്ഛനായിട്ട് എത്ര കൊല്ലമായെന്നാ? അതിന് ഞാൻ മരിച്ചിട്ട് ഇപ്പൊ 5-6 വർഷമായില്ലേ. കാണുന്ന കല്ലറയ്ക്കപ്പുറത്തൊരു തുറന്ന കുഴിയുണ്ട്. അതിലെന്നെ അടക്കിയേക്കുന്നത്. എന്തൊക്കെ തള്ളാതല്ലേത്, ഓടിയോ ഒട്ടം കണ്ടില്ലേ? ശരിക്കും പ്രാതൊക്കെ ഉണ്ടാവും. ഞാനും ആദ്യം ഇല്ലെന്നാ കരുതിയത്. പക്ഷെ അങ്ങോട്ടൊരു ഓട്ടം കണ്ടട്ടെ, ഇപ്പൊ ഉണ്ടോന്നൊരു സംശയം. രാത്രി ഞാൻ സ്വപ്നം കാണൂട്ടാ.
പേടിപ്പിച്ചോളാ കേപ്പേ. എന്നാടാ ഇത് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും എന്നത് ഒരു പള്ളിയിലച്ഛനെ പള്ളിമുറ്റത്തുനിന്ന് മൂത്രം വെച്ച് ശുശ്രൂഷ തുടങ്ങുന്നത്. പറഞ്ഞു കേട്ടിടത്തോളം ഇനി അങ്ങോട്ട് മുള്ളാനേ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ മാക്സിമ മുള്ളാർ കാപ്പിയോ. എടാ ഇപ്പൊ മാക്സിമം ഉള്ളിക്കോളൻ ലാറ്റിനി പറഞ്ഞതാ. ഈ കാശ് മുടക്കി ഷഡ്ഡി വാങ്ങിച്ചതേ തണുപ്പത്ത് തലയിലിട്ടോണ്ട് നടക്കാനില്ല. പോയാൽ മുണ്ടെടുത്ത് കൊടുക്കണം. ആ കപ്പ്യാരെ എവിടെയെങ്കിലും ജീവിച്ചിട്ടുണ്ടെങ്കിലേ പള്ളിയുടെ മേടയുടെ താക്കോൽ എവിടെന്നെങ്കിലും ഒപ്പിച്ചെടുക്കണം. ഒന്ന് വേന്ന വാട കേപ്പേ. ഈ ഇത്തിരി പോകുന്ന കോഴിയെ പിടിക്കാനോടാ നീ തോക്കും കൊണ്ട് നടക്കണേ? ഈ പൂള പറിക്കാത്ത സാമാനത്തിനെ കൊണ്ടാണ് സാധനം കയറ്റാൻ ഇങ്ങോട്ട് വന്നേക്കുന്നേ. കുഞ്ഞോനെ അതിന് ഷാപ്പിൽ കൊടുത്ത് 2 കോഴിക്കറി മേടിച്ചിട്ട് വന്നു. ഇല്ലേ പുണ്യാളച്ചനാണ് ഇതിൽ നിന്ന് ഒരു തുള്ളി തരികയല്ലേ? അത് കൊള്ളാലോ, അത് നല്ല കാര്യമായി പോയി. ഇതും കൊണ്ട് ഇപ്പൊ അങ്ങോട്ട് ചെന്നല്ലേ അവൻ പറഞ്ഞ ഷാപ്പം കൂട്ടിയേ ഇങ്ങോട്ട് വരും. പിന്നെ നമ്മളെ കാര്യമേ കപ്പയുടെ തൊലി പൊളിച്ചിട്ട് വാളച്ചട്ടിയിൽ മുക്കി തിന്നാൽ കപ്പയുടെ തൊലി പൊളിച്ചിട്ട് വാളച്ചട്ടിയിൽ മുക്കി തിന്നാൽ കപ്പ വാളച്ചട്ടി ഈ കപ്പ്യാരുടെ വീട് എവിടാന്നറിയോ? അതിന്റെ അകത്തിരുന്നാണോടാ കപ്പ്യാരുടെ വീട് തിരക്കുന്നേ. ഇങ്ങോട്ടിറങ്ങി വാടാ. കേപ്പേ മുത്തേ നീ നടങ്ങ്. നാട് വേറെ അന്നേ രണ്ടിന്റെയും ചന്തി അതിനകത്ത് ഒട്ടിച്ച് വെച്ചേക്കുവാണോടാ. ഇങ്ങോട്ടിറങ്ങി വാടാ. ഒന്ന് കൂടെ വാടാ. ഇതാ കപ്പ്യാരുടെ വണ്ടിയല്ലേ? ഇത് എവിടുന്ന് ഒപ്പിച്ചടാ? ചോദിച്ചത് കേട്ടില്ലടാ. രാവിലെ ഇതും കൊണ്ട് എവിടുന്നുള്ള വരവാ? രാവിലെ എവിടുന്നല്ല, രാത്രി എവിടായിരുന്നെന്ന്. ഇത് ശരിക്കുള്ള തോക്കാന്നോ? ചോദ്യത്തിന് ഉത്തരം പറടാ. ഞാൻ എബി കപ്പ്യാര് രാത്രി ഓടി കളഞ്ഞു. വിട്ടേക്കട കുഞ്ഞോനെ, നിനക്ക് വേറെ പണിയില്ലേ? നിന്ന് വരക്കണ കണ്ടില്ലേ? വിട്ടോ പോയിക്കോ, മക്കൾ പോയിക്കോ. ഇത് നിങ്ങളുടെ പള്ളിയിലെ പുതിയ വികാരച്ചനാ. ആഹാ, അച്ഛനാണല്ലേ? എന്നാ പിന്നെ ഒരു കുർബാനയൊക്കെ ചൊല്ലിട്ട് പോകാച്ചോ. കുർബാനയോ? ഇവിടോ? അതന്നെ അച്ഛാ, ഇവിടെ കുർബാന ചൊല്ലി ഒക്കെയല്ലേ. എന്നാ അതിന് പറ്റിയ വേറെ സ്ഥലം ഉണ്ടച്ചോ. നടക്കച്ചോ, അങ്ങോട്ട് നടക്കച്ചോ. കുഞ്ഞോനെ അങ്ങോട്ട് നടക്കച്ചോ. അച്ഛൻ കേറച്ചോ. എടാ കുഞ്ഞോനെ വേണ്ട. എടാ അവരെ വിട്ടേക്ക്. എടാ അവര് താഴെ വീഴും. ഇനി ചൊല്ലച്ചോ കുർബാന. എടാ കുഞ്ഞുവനെ അവരെ വിട്ടേക്ക്, അവർ താഴെ വീഴും. പള്ളിയിൽ അച്ഛനാന്ന്. ഈ ഇടവകൽ ഏത് അച്ഛൻ വേണമെന്നേ ഇസ്താക്കണം തീരുമാനിച്ചോളും. ഒറ്റ വേടിക്ക് അങ്ങനെ അവൻ ഒന്നുകൂടെ തമാശ കാണിച്ചാണ്. ചുമ്മാ നിനക്കൊക്കെ ഇത് എന്നാത്തിന്റെ കേടാടാ. പുതിയ ഒരുത്തരെ കണ്ട അപ്പം മെക്കിട്ട് കയറിക്കോളൂ. വരുന്ന ടൂറിസ്റ്റുകളുടെ ഒക്കെ മെക്കിട്ട് കയറരുതെന്ന് ഇസ്താക്കി തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ. തന്റെ ഗതിയിരിപ്പ് ഇതുവരെ മാറി. എന്റെ പൊന്നു ചേട്ടൻ ഇത് ടൂറിസ്റ്റ് ഒന്നുമല്ല, പള്ളിയിലോട്ട് വന്ന് പുതിയ അച്ഛനാ. അച്ഛനാന്ന് പറഞ്ഞപ്പോ ഇവന്മാർക്ക് കലിപ്പ്. ഞാൻ പറഞ്ഞു നിർത്തിയതാന്നേ. ശരിക്കും അച്ഛനാന്നോ? ശരിക്കും അച്ഛനാ. എന്നാ പിന്നെ അച്ഛനാ ലോഹ എന്നിട്ടെ. സ്തുതിയായിരിക്കട്ടെ അച്ഛോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്നാ ചൈതന്യ അച്ഛാ. ഇനി അച്ഛൻ ഈ ലോഹയിട്ടങ്ങ് നടന്നേച്ചാ മതി. അല്ലയോ?